ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേയൊരിടം ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. കേരളത്തിൽ ഗർഭിണിയായ ഒരു ആന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ചരിഞ്ഞ സംഭവത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ലയെ ഉപയോഗിച്ചുകൊണ്ട് വിദ്വേഷ പ്രചരണം നടത്താൻ വന്നത് മാത്രമേ BJP നേതാവ് മനേക ഗാന്ധിക്ക് ഓർമ്മയുള്ളൂ. കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്ന് ഐ സപ്പോർട്ട് മലപ്പുറം എന്ന ട്രെൻഡിംഗ് ആയ ഒറ്റ ഹാഷ്ടാഗിൽ നിന്നും BJPയുടെ തലമുതിർന്ന നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. സംഘിക്കീടങ്ങൾ വർഗീയ വിഷം ചീറ്റാൻ തിരഞ്ഞെടുത്ത ഇടമൊന്ന് മാറിപ്പോയി. മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി BJPയുടെ ഉഡായിപ്പ് വാർത്തകളെ പൊളിച്ചടുക്കി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഇതൊന്നും കൊണ്ട് മലയാളികൾ അടങ്ങിയില്ല. മൃഗസംരക്ഷണത്തിനായി മനേക ഗാന്ധിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫോർ ആനിമൽ ഇന്ത്യ എന്ന വെബ്സൈറ്റ് കൂടി ഹാക്ക് ചെയ്തിരിക്കുകയാണ് കേരള സൈബർ വാരിയേഴ്സ്. മലപ്പുറത്തെ ഹിന്ദു മുസ്ലിം ബന്ധം ശക്തമാണ്. പരിസ്ഥിതി പ്രവർത്തകയായ നിങ്ങൾ ഭൂമിശാസ്ത്രത്തിൽ ഒരു മണ്ടിയാണ് എന്നും അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ബുദ്ധിക്കായി ഈ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും സൈബർ വാരിയേഴ്സ് കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി ഗൂഗിൾ മാപ്പ് പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഹാക്കേഴ്സ് സംഭവം നടന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ എന്ന കൃത്യസ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പും ചേർത്തിട്ടുണ്ട്. മലപ്പുറത്തെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർക്കാനാവാത്തതാണ് എന്നും കേരള സൈബർ വാരിയേഴ്സ് ഹാക്ക് ചെയ്ത വെബ്സൈറ്റിൽ കുറിച്ചു. മലപ്പുറം ജില്ലയെ ഉപയോഗിച്ച് ബോധപൂർവം വർഗീയപരമായി പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും സൈബർ വാരിയേഴ്സ് ചേർത്തു. നിങ്ങളുടെ മൃഗസ്നേഹം മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. മുൻ മന്ത്രിയും ലോക്സഭാ അംഗവുമായ ഒരു വ്യക്തി തെറ്റായ വിവരം പ്രചരിപ്പിച്ചത് രാജ്യത്തിന്റെ യഥാർത്ഥ ഭീഷണിയാണ് എന്നും അതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യവും ഹാക്കേഴ്സ് രേഖപ്പെടുത്തി. എന്തായാലും മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് തലയ്ക്ക് വെളിവില്ലാത്ത നേതാക്കൾ പറയുന്നതും കേട്ട് കത്തിയും വാളും എടുത്തിറങ്ങുന്ന ചാണകം തീനികളല്ല കേരളത്തിലുള്ളത് എന്ന് കേന്ദ്രമന്ത്രിമാർക്ക് ഒന്നുകൂടി വ്യക്തമായിട്ടുണ്ടാകും. ജനാധിപത്യ രാജ്യമായതുകൊണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും മാത്രമാണ് കേരളത്തിലെ BJP നേതാക്കൾ വായ തുറന്ന് ഇവിടെ ജീവിക്കുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് കാര്യമായ വിലയൊന്നും BJP നേതാക്കൾക്ക് ഈ കേരളത്തിൽ ഇല്ല എന്ന് സാരം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേയൊരിടം ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.